കേരളത്തിലെ ആദ്യത്തെ ആന പരിശീലന കേന്ദ്രമാണ് അഭയാരണ്യം. അഭയാരണ്യം എറണാകുളം ജില്ലയിലെ കുന്നത്തുകാട് താലൂക്കിലെ കപ്രിക്കാട് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന അനാഥമായ കാട്ടുമൃഗങ്ങൾക്കു വേണ്ടി ഒരുക്കിയ പ്രകൃതി പുനരധിവാസ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തെ ആന പരിശീലന കേന്ദ്രമായ അഭയാരണ്യത്തിൽ മിനി സൂയിലാണ് നമ്മുടെ മാൻമ്ലാവിനെ സംരക്ഷിച്ചിരിക്കുന്നത്. കേരള വനവകുപ്പ് എക്കോ ടൂറിസം പദ്ധതിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അഭയാരണ്യത്തിലെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ് മാൻ പാർക്ക്. ഇവിടെ ചിതൽമാൻ, സാമ്പാർ മാൻ തുടങ്ങിയ ഇനങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. പാർക്കിനുള്ളിൽ നടക്കുമ്പോൾ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. അവിടെ നടന്നു പോകുമ്പോൾ മാനുകൾ അവരുടെ ഇടങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് കാണാം. മാനുകൾക്കും മ്ലാവുകൾക്കും ഇവിടെ 2 കൂടുകളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. പുള്ളിമാനിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവയെ ചിതൽമാൻ എന്നറിയപ്പെടുന്നു. കൂടുതലും ഇവ കാണപ്പെടുന്നത് ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ഇടങ്ങളിലാണ്. ഇവയെ പ്രധാനമായും വനങ്ങളിലും പുൽമേടുകളിലുമാണ് കാണപ്പെടുന്നത്. 85 മുതൽ 95 വരെയാണ് ഇവയുടെ ഉയരം. ആൺമാനുകൾക്ക് 30 മുതൽ 75 കിലോഗ്രാം ഭാരവും പെൺമാനുകൾക്ക് 25 മുതൽ 45 വരെയാണ് ഭാരം ഉണ്ടാവുക. പുള്ളിമാനുകൾക്ക് പുല്ല്, ഇലകൾ, പൂക്കൾ, പഴങ്ങൾ എന്നിവയാണ് കൂടുതലും ഭക്ഷണം ഇഷ്ടപ്പെടുന്നത്. ഇവ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. 65 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ ഇവർക്ക് സാധിക്കും. അഭയാരണ്യത്തിൽ ഏകദേശം നിലവിൽ 175 മാനുകളാണ് ഉള്ളത്. മാനുകൾക്കും മ്ലാവുകൾക്കുമുള്ള തീറ്റയാണ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പയർ, കാലിത്തീറ്റ, മിനറൽ മിക്സ്, അരി, ശർക്കര, ഉപ്പ് എന്നിവയാണ് ഇവയെല്ലാം. ആദ്യം കാലിത്തീറ്റയാണ് നിരത്തുന്നത്. അത് കഴിഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത പയറും കൂടെ ഉപ്പ്, മിനറൽ മിക്സ് എല്ലാം നിരത്തിയാണ് ഇവർക്ക് തീറ്റയ്ക്ക് കൊടുക്കുന്നത്. പിന്നീട് അത് ഇവർ കൈകൊണ്ട് മിക്സ് ചെയ്ത് നിരത്തിയാണ് മാനുകൾക്ക് കൊടുക്കുന്നത്. മാനുകൾക്ക് കഴിക്കാൻ എളുപ്പത്തിൽ ഒരു ബെഞ്ച് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവറ്റകൾക്ക് മനുഷ്യരെ പേടിയാണ്. നമ്മൾ മാറി നിന്നാൽ മാത്രമാണ് ഇവർ തീറ്റ കഴിക്കുകയുള്ളൂ. മാൻവർഗത്തിൽപ്പെടുന്ന മറ്റൊരു സസ്തനമായ മ്ലാവിനെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ തെക്കൻ ചൈന, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പൊതുവെ ഇവയെ കാണപ്പെടുന്നു. ഇവയ്ക്ക് തവിട്ടു നിറമാണ് ഉള്ളത്. പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു മ്ലാവിന് ഏകദേശം 40 മുതൽ 63 ഇഞ്ച് വരെ ഉയരവും 272 കിലോഗ്രാം ഭാരവും ഉണ്ടാകാറുണ്ട്. ആൺമ്ലാവിന് വളഞ്ഞ ശിഖരങ്ങൾ ഉള്ള കൊമ്പുകളാണ് ഉള്ളത്. ഇവയുടെ ഭക്ഷണം പുല്ലുകളും മുള, മരത്തുളി എല്ലാം ആണ്. ഇവ കൂട്ടം കൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. ഇപ്പോൾ അഭയാരണ്യത്തിൽ നിലവിൽ 42 മ്ലാവുകളാണ് ഉള്ളത്. മാനിനെയും മ്ലാവിനെയും കാണാനെത്തുന്ന കാഴ്ചക്കാർ ശബ്ദം കൂടിയുള്ള രീതിയിൽ സംസാരിക്കരുത്. ഇത് മൃഗങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. ഇവിടെ അവർക്കായിട്ടുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കാൻ പാടുള്ളതല്ല. പാർക്കിനുള്ളിൽ പ്ലാസ്റ്റിക്, പേപ്പർ മുതലായവ വലിച്ചെറിയാതെ നൽകിയിരിക്കുന്ന ഡസ്റ്റ്ബിന്നുകളിൽ നിങ്ങൾ ഇടുക.